മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടാകാനും ഒരു വനിതാ മുഖ്യമന്ത്രി, ഇപ്പോൾ വനിതാ മുഖ്യമന്ത്രി വേണമെന്ന് നമ്മൾ പറയുമ്പോൾ നിലവിലുള്ള മുഖ്യമന്ത്രി മോശമാണെന്നൊരർത്ഥമല്ല അതിനുള്ളത്, മറിച്ച് വനിതകളുടെ പ്രാതിനിധ്യം, ഭരണത്തിന്റെ പ്രാതിനിധ്യം എന്നത് വളരെ പ്രധാനമല്ല. അങ്ങനെ കുറച്ചുകൂടി വിശാലമായൊരു ഒരു ചോദ്യമാണ് അത്. വിശാലമായ ചോദ്യത്തിന് ഇത്തിരി വിശാലമായിട്ടുള്ള ഉത്തരം പറയാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വിശാലമായിട്ട് എന്തെങ്കിലും അങ്ങനെ ഒരു സാധ്യത വരുമ്പോൾ ആരെങ്കിലും ആവുന്നതിന് ഞാൻ തടസ്സമല്ലാന്ന് പറഞ്ഞിട്ടുള്ളൂ. ടീച്ചറ് തടസ്സമാണോ എന്നുള്ളതല്ല, ഞാൻ തടസ്സമല്ലെന്നല്ല, എന്റെ അഭിപ്രായം സ്ത്രീകൾക്ക് മുഖ്യമന്ത്രി ആയതിന് തടസ്സം. പക്ഷെ ഇപ്പോ അതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പൊ അതിന്റെ ആവശ്യമില്ലാന്ന് ഞാനും പറയും. ഓക്കെ. അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പില്, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഏപ്രിലിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാവും നമ്മൾ വിചാരിക്കണമല്ലോ, കാരണം മെയ് ആകുമ്പോഴേക്കും പുതിയ സർക്കാർ വരും. ഏപ്രിലിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികളിൽ ഒരു 33-9% സ്ത്രീകളായിരിക്കാൻ സാധ്യതയുണ്ടോ ടീച്ചറെ? ചിലപ്പോൾ നമുക്ക് നേരത്തെ പറയാൻ സാധിക്കില്ല. കാരണം എന്തായാലും സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കണം എന്നുള്ള നിലയിൽ ആലോചിക്കുന്നുണ്ട്. ഒരു പാർട്ടി മാത്രമല്ല, ഒരു മുന്നണിയായിട്ടാണ് ഈ ഭരണ സംവിധാനം നിലനിൽക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. സ്വാഭാവികമായിട്ടും ഈ സീറ്റ്, അതുപോലെ തന്നെ സ്ഥാനാർത്ഥികൾ, ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളെല്ലാം വരുമ്പോൾ എല്ലാവരും ചേർന്ന് ചർച്ച ചെയ്ത് അത്യധികമായിട്ടുള്ളൊരു ലക്ഷ്യം വരും, അത് കൂടുതൽ സീറ്റിൽ വിജയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് സ്ഥാനാർത്ഥിത്വം വരിക എന്നുള്ളത്, എന്തായാലും സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കണം എന്നുള്ളൊരു ധാരണ ഇടതുപക്ഷ പാർട്ടികളിലുണ്ട്. അത് സാധിക്കുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇത്ര ശതമാനം എന്നുള്ളതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല.